73 വയസ്സ് പിന്നിട്ടിട്ടും ഇന്ത്യൻ സിനിമയിലാകെ നിറഞ്ഞു നിൽക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്നതും ചെയ്യുന്നതും മമ്മൂട്ടി എന്നൊരു പേരാണ്. അടുത്ത കാലത്തെ യൂത്തന്മാരെ പോലും വെല്ലുന്ന തരത്തിലാണ് സ്ക്രിപ്റ്റ് സെലക്ഷനും അഭിനയവും എല്ലാം. തൊട്ടതെല്ലാം ഹിറ്റ്. പോരാത്ത ഹിറ്റുകൾ മാത്രം സൃഷ്ടിക്കുന്ന നിർമ്മാണ കമ്പനിയുമായി പ്രൊഡക്ഷൻ രംഗത്ത് മമ്മൂട്ടി സജീവവുമാണ്. നടന്റെ പുത്തൻ സിനിമകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതുതന്നെ പ്രതീക്ഷ ഇരട്ടിയുമാകും. പ്രായം 70 പിന്നിട്ടെങ്കിലും യുവാക്കളെക്കാൾ അപ്ഡേറ്റും അറിവും ട്രെൻഡുമെല്ലാം മമ്മൂട്ടിക്ക് ഉണ്ട്. മലയാളത്തിലെ മുൻനിര താരങ്ങളെ ഞെട്ടിച്ചു നോക്കുമ്പോൾ കാഴ്ചപ്പാടിൽ പോലും മമ്മൂട്ടി വ്യത്യസ്തനാണ്. ഇപ്പോഴത്തെ മമ്മൂട്ടിയെക്കുറിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. പഴയ മമ്മൂട്ടിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മമ്മൂട്ടി ശ്രദ്ധിക്കാറുണ്ടെന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ ആലപ്പി അഷ്റഫ് പറയുന്നു. ഒരിക്കൽ പാർവതി തിരുവോത്ത് മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമയെക്കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. സ്ത്രീവിരുദ്ധ കടന്നുവരുന്ന ഭാഗങ്ങളിൽ സംവിധായകനും എഴുത്തുകാരും അഭിനേതാക്കളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നന്നായിരിക്കുമെന്നാണ് പാർവതി സൂചിപ്പിച്ചത്. അതിനെതിരെ മമ്മൂട്ടി ആക്ഷേപിച്ചെന്ന തരത്തിൽ ഫാൻസുകാർ വലിയ സൈബർ ആക്രമണം അയച്ചുവിട്ടു. പാർവതി ഇനി സിനിമാ രംഗത്ത് നിന്ന് പാടെ തെളിച്ചു മാറ്റുമെന്ന് പലരും ധരിച്ചിരുന്നു. അന്ന് വിദേശിച്ചായിരുന്ന മമ്മൂട്ടിക്ക് പാർവതി തിരുവോത്ത് തന്റെ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു. അവരുടെ വാട്സപ്പ് മെസ്സേജ് വായിച്ച് അത് ഉൾക്കൊണ്ട് മമ്മൂട്ടി പിന്നീട് ഇങ്ങനെ പറഞ്ഞു: "ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് പ്രധാനപ്പെട്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. മാത്രമല്ല, മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയിൽ പാർവതിയെ നായികയാക്കുകയും ചെയ്തു. പണ്ടായിരുന്നെങ്കിൽ മമ്മൂട്ടി ആലോചിക്കാതെ എടുത്തുചാടി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയുടെ സ്വഭാവത്തിൽ പ്രകടമായ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നല്ല ഇരുത്തവും വന്നിട്ടുണ്ട്. കഴിവിനും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് മമ്മൂട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. സഹപ്രവർത്തകരോട് മമ്മൂട്ടിയുടെ സ്നേഹം എനിക്ക് മനസ്സിലായത് കോവിഡ് കാലത്താണ്. കോവിഡ് പിടിപെട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ വിളി വന്നതും മമ്മൂട്ടിയിൽ നിന്നായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായം വേണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മോഹൻലാലും എന്നെ വിളിച്ചു.